ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഐഫോൺ 18 സീരീസ് പ്രോ മോഡലുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആപ്പിൾ പുതിയ വിലനിർണ്ണയ തന്ത്രം സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. അടിസ്ഥാന മോഡലിന്റെ വില ഉയർത്തുകയും പ്രോ വേരിയന്റുകളുടെ വില സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യാനാണ് കമ്പനിയുടെ നീക്കമെന്നാണ് സൂചന. അടുത്ത വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ 18 സീരീസിന്റെ വിലനിർണ്ണയവുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ ശ്രദ്ധ നേടുന്നു. അടിസ്ഥാന മോഡലായ ഐഫോൺ 18ന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ പ്രീമിയം മോഡലുകളായ ഐഫോൺ 18 പ്രോ, പ്രോ മാക്സ് എന്നിവയുടെ വില നിലവിലെ നിലയിൽ തന്നെ നിലനിർത്താൻ ആപ്പിൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ഉപഭോക്താക്കളെ പ്രോ മോഡലുകളിലേക്ക് ആകർഷിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. സ്റ്റാൻഡേർഡ് മോഡലിന്റെയും പ്രോ മോഡലിന്റെയും വില വ്യത്യാസം കുറയുന്നതോടെ കൂടുതൽ ഫീച്ചറുകളും മികച്ച ക്യാമറ സംവിധാനവും ലഭിക്കുന്ന പ്രോ പതിപ്പുകൾ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കൾ താൽപര്യം കാണിക്കുമെന്നാണ് വിലയിരുത്തൽ. മെമ്മറി ചിപ്പുകളുടെയും മറ്റ് ഘടകങ്ങളുടെയും ആഗോളക്ഷാമം മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല വിതരണ കരാറുകളുടെ പിന്തുണയോടെ ആപ്പിൾ താരതമ്യേന ശക്തമായ നിലയിലാണ്. ഇതിലൂടെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിന്റെ ആഘാതം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തന്ത്രം പുതിയതല്ല. അടുത്തിടെ സാംസങ് സമാനമായ സമീപനം സ്വീകരിച്ചിരുന്നു. ഗാലക്സി X26 അൾട്രയുടെ വില സ്ഥിരമായി നിലനിർത്തിയപ്പോൾ ഗാലക്സി X26, S26 പ്ലസ് മോഡലുകളുടെ വിലയാണ് കമ്പനി ഉയർത്തിയത്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പ്രീമിയം മോഡലിന്റെ വിൽപ്പന ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു സാംസങ്ങിന്റെ ലക്ഷ്യം. അതേ മാതൃക പിന്തുടർന്ന് ഐഫോൺ 18 സീരീസിലും പ്രോ മോഡലുകളെ കൂടുതൽ ആകർഷകമാക്കാനാണ് ആപ്പിളിന്റെ ശ്രമമെന്നാണ് സൂചന. ഇതുവഴി ഉയർന്ന ലാഭവിഹിതമുള്ള പ്രീമിയം മോഡലുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും 2026 അവസാന പാദത്തിൽ വരുമാനം ഉയർത്താനും കമ്പനിക്ക് സാധിക്കുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ SUV വിപണിയിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഹുണ്ടായി. ബയോൺ എന്ന പുതിയ SUVയെ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. നിലവിലെ i20 ഹാച്ച്ബാക്കിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചിരിക്കുന്ന ബയോൺ വെന്യൂവിനും ക്രെറ്റയ്ക്കുമിടയിൽ സ്ഥാനം പിടിക്കുന്ന മോഡലായിരിക്കും. അടുത്തിടെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള പുതിയ സ്പൈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ബയോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തായിട്ടുണ്ട്. പുതിയ അലോയ് വീലുകളും കൂടുതൽ ബോക്സി ഡിസൈനും ശക്തമായ റോഡ് പ്രസൻസുമാണ് വാഹനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഏകദേശം 4 മീറ്റർ നീളമുള്ള SUV i20യേക്കാൾ അല്പം വലിപ്പമേറിയതായിരിക്കും. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ, 360 ഡിഗ്രി ക്യാമറ, കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ തുടങ്ങിയ ആധുനിക ഫീച്ചറുകളോടായിരിക്കും വാഹനമെത്തുക. മാനുവൽ DCT, ECVT ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമാക്കുമെന്നാണ് സൂചന. ആഗോള വിപണികളിൽ ഇതിനകം വിൽപ്പനയിലുള്ള ബയോൺ അടുത്ത തലമുറ i20യുടെ നിരവധി ഘടകങ്ങൾ പങ്കിടും. കൂടുതൽ SUV സ്വഭാവമുള്ള ഡിസൈനും പുതുമയാർന്ന സാങ്കേതിക വിദ്യകളും കൊണ്ട് ബയോൺ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നാണ് പ്രതീക്ഷ. ലോഞ്ചിന് ശേഷം മിഡ് സൈസ് SUV വിഭാഗത്തിൽ ശക്തമായ മത്സരത്തിന് വാഹനം വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയൽമിയുടെ പുതിയ സ്മാർട്ട് ഫോണായ P4R ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഫോണിന്റെ റീറ്റെയിൽ ബോക്സ് ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പുതിയ മോഡലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇന്ത്യയിൽ മികച്ച സ്വീകാര്യത നേടിയ P സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ ഈ ഫോൺ ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന. റിപ്പോർട്ടുകൾ പ്രകാരം റിയൽമി 16Tയുടെ റീബ്രാൻഡഡ് പതിപ്പായിരിക്കാം P4R. ഇന്ത്യൻ വിപണിയിലെ കടുത്ത മത്സരം മുൻനിർത്തിയാണ് കമ്പനി ഈ നീക്കം നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ പുറത്തുവന്ന ബോക്സ് ചിത്രങ്ങളിലൂടെ ഫോണിന്റെ ചില പ്രധാന സവിശേഷതകളും വില വിവരങ്ങളും പുറത്തായിട്ടുണ്ട്. റിയൽമി P4Rൽ 8000 mAh ശേഷിയുള്ള വലിയ ബാറ്ററിയും 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ലഭിച്ചേക്കും. ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവ യാഥാർത്ഥ്യമായാൽ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ ശ്രദ്ധ നേടാൻ ഫോണിന് സാധിക്കും. ബോക്സിൽ കാണുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫോണിന്റെ വില 19,999 രൂപയാണ്. എന്നാൽ ലോഞ്ച് ഓഫറുകളും ബാങ്ക് ഡിസ്കൗണ്ടുകളും ഉൾപ്പെടെ ലഭ്യമാകുമ്പോൾ ഇതിലും കുറഞ്ഞ വിലയിൽ ഫോൺ വാങ്ങാൻ സാധിച്ചേക്കും. ദീർഘസമയം ഫോൺ ഉപയോഗിക്കുന്ന യുവാക്കളെയും ടെക് പ്രേമികളെയും ലക്ഷ്യമിട്ടാണ് റിയൽമി P4R വികസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.